ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കോളേജ് അപ്ഡേറ്റ്സ് ഒക്കെ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോളേജ് ഇപ്പം തുറന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ലോങ് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഓരോ 2-3 ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 30 ആയിരുന്നു ഞാൻ കോളേജിൽ അലോട്ട്മെൻറ്റൊക്കെ വന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജൂലൈ 13 നമുക്ക് റെഗുലർ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഏതായിരുന്നു കോഴ്സ് എടുത്തെന്നൊക്കെ. അപ്പോൾ ഞാൻ BSc കെമിസ്ട്രിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 വർഷത്തെ ഒരു UG പ്രോഗ്രാമാണ്. ആൻഡ് എൻ്റെ കോളേജ് വരുന്നത് MES പൊന്നാനി കോളേജാണ്. അപ്പം വീട്ടിൽ നിന്ന് മീൻസ് പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായിരിക്കുന്നുള്ളൂ. പിന്നെ ബസ്സും ട്രാവലൊക്കെ ആയി വരുമ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ അകത്ത് വരാറുണ്ട്. അപ്പോൾ കോളേജിലോട്ടുള്ള എൻ്റെ ഒരു ട്രാൻസ്പോർട്ട് നോക്കുമ്പം ആദ്യം ഒരു പ്രൈവറ്റ് ബസ് കയറണം. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ പ്രിയദർശിനിയിൽ ഫ്രീ ആയിട്ട് യാത്ര. അങ്ങനെ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റാൻഡൊക്കെ വരുന്നത്. അപ്പം പെട്ടെന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ജൂലൈ 13 ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് യൂണിഫോം ആദ്യമേ തന്നിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനൊരു ലാസ്റ്റ് വീക്കിലായിരുന്നു യൂണിഫോമിൻ്റെ ക്ലോത്തൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഐഡൻറ്റി കാർഡിനൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ യൂണിഫോമൊക്കെ ഇനി നെക്സ്റ്റ് വീക്ക് മുതൽ അങ്ങനെ ഇട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു എത്രയാണ് സെമസ്റ്റർ ഫീസൊക്കെ വരുന്നതെന്ന്. അപ്പം നമ്മൾ ചോദിച്ചപ്പം ഓപ്പൺ മെറിറ്റിൽ സീറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഒരു 2000 ആണോ അതോ 4000 ആണോ പെർ സെം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും 4000 ഉള്ളിൽ, അതായത് 2000 എന്നാണ് പറഞ്ഞതെന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പം അതാണ് ഏകദേശം വരുന്നൊരു എമൗണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ കളർ ഡ്രസ്സും പരിപാടിയായിരുന്നു ഇട്ട് പോകാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കോളേജിൽ എനിക്ക് വരുന്ന ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ പറയുമ്പം അപ്പോൾ എൻ്റെ മേജർ സബ്ജക്റ്റായിട്ട് കെമിസ്ട്രിയാണുള്ളത്. അപ്പം കെമിസ്ട്രിക്ക് തിയറി ഉണ്ട്, അതേപോലെ നമുക്ക് പ്രാക്ടിക്കൽ ലാബ് സെഷൻസും വരുന്നുണ്ട്. അപ്പോൾ 12th ടൈമിൽ ഈ പ്രാക്ടിക്കൽ സെഷൻസ് വരുന്നതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം കെമിസ്ട്രി ആയിരുന്നു. അപ്പം ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതിൽ ഒരു ചെറിയ റീസണായിട്ട് ഈ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ലാബ് സെഷനും തിയറി സെഷനും ഉണ്ട്. പിന്നെ നമുക്ക് 2 മൈനർ സബ്ജക്റ്റായിട്ട് എടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കോളേജിൽ ഓഫർ ചെയ്യുന്ന ഏത് പ്രോഗ്രാംസും ചൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോ സബ്ജക്റ്റ് എടുത്ത് നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ആ കരിയർ പാത്തിലോട്ട് പോകുമ്പം മീൻസ് നമുക്കൊരു ഇന്ന സബ്ജക്റ്റിനെ പഠിക്കണം എന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബേസിസിൽ എനിക്കെൻ്റെ മേജർ കെമിസ്ട്രീൻ്റെ കൂടെ മൈനറായിട്ട് ഞാൻ ഫിസിക്സും മാത്സുമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ വേറൊരു MDC അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സബ്ജക്റ്റ് ഉണ്ട്. അതും നമുക്കവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതോ എടുക്കായിരുന്നു. അപ്പം ഞാൻ CS ഒക്കെ ഇങ്ങനെ വലിയ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് മാത്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള ആ ഒരു പേപ്പറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മൈനറും MDC ആയിട്ട് എനിക്ക് 2 മാത്സ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ലാംഗ്വേജ് നമുക്ക് എടുക്കാനുണ്ടായിരിക്കും. അത് ഞാൻ മലയാളം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം +2 വരെ മലയാളം പഠിച്ച് വന്നിട്ട് അപ്പം മലയാളം തന്നെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊരു 2 സെമസ്റ്റേഴ്സ് വരെ നമ്മൾ ലാംഗ്വേജ് ഉണ്ടാവത്തുള്ളൂ. ആൻഡ് 1 more സബ്ജക്റ്റ്, അതായത് AEC അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ്. അപ്പം അതായത് ഇംഗ്ലീഷും ലാംഗ്വേജും പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമ്മൾ മേജർ അല്ലാത്ത ബാക്കി സബ്ജക്റ്റൊക്കെ ഒരു 4-5 സെമസ്റ്റേഴ്സ് ആകുമ്പം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള സെമ്മിൽ ഫുള്ളും നമുക്ക് നമ്മുടെ മേജർ സബ്ജക്റ്റ് മാത്രം അത്രയൊക്കെ ഡെപ്തായിട്ട് പഠിക്കാനുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ കോളേജിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് കോഴ്സ് പറഞ്ഞു, ആൻഡ് അതേപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ 1-2 വീക്സൊക്കെ ആയിട്ട് നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സും പിന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാംസൊക്കെ ആയിട്ട് ജസ്റ്റ് നമ്മൾ കോളേജിലും കോഴ്സസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തലും ഇതൊക്കെയായിരുന്നു. അപ്പോൾ മൈനർ സബ്ജക്ട്സും അതുപോലെ MDC ഒക്കെ സെലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് വീക്കിലാണ് ഏകദേശം റെഗുലർ ക്ലാസ്സിൽ മീൻസ് എല്ലാ സബ്ജക്റ്റും ഇൻവോൾവ് ആയിട്ട് ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്ക് മുതൽ ഇങ്ങനെ നോട്ട്സ് എഴുതലും ആ പരിപാടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മീൻസ് കോളേജിലൊക്കെ ചേർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ കോളേജ് അല്ലെങ്കിൽ ഏതാ കോഴ്സ് കിട്ടുന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് പേരൊക്കെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചിരുന്നത് ഏതാ കോഴ്സ് എടുത്താൽ എന്താ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് മീൻസ് ഒരു ചെറിയ റിപ്ലൈ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇനി നീറ്റ് കോളേജിൻ്റെ കൂടെ നീറ്റ് പാരലലി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പം നോ എന്നാണ് ആൻസർ. ഞാൻ നീറ്റ് ആ ഒരു ഒരു വർഷം അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ച്, പക്ഷേ റിസൾട്ട് വിചാരിച്ച പോലെ ഒത്തു വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഞാൻ ആ ഒരു സംഭവം അങ്ങനെ വിട്ടു. അപ്പം ഇനി പുതിയ കോഴ്സ് ആൻഡ് പുതിയ ജേണി അങ്ങനെയാണ് ഇനിയുള്ള ഒരു പ്ലാനിങ് വയ്ക്കുമ്പോൾ. അപ്പോൾ കോളേജിനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ്. നമുക്ക് ഡെയിലി കോളേജിലേക്ക് പോകാൻ തന്നെ ഒരു പോസിറ്റീവ് എനർജി. കാരണം ആ ക്യാമ്പസ് അടിപൊളി ക്യാമ്പസാട്ടോ. നല്ല ഒരുപാട് സ്പേസസ് ഉണ്ട്, നല്ലൊരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ തോന്നി.
പിന്നെ നമുക്ക് നീണ്ട വിശാലമായിട്ടുള്ള ഒരു വലിയ ലൈബ്രറി ഉണ്ട്, കുറേ ബുക്സൊക്കെ ലൈബ്രറി ഉണ്ട്. അപ്പം ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പോലെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഒരേ സമയം കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്കും ആയിരുന്നു. കാരണം നമ്മളിതുവരെ സ്കൂളിലൊക്കെ വയ്ക്കുമ്പം ഫുൾ ഒരു എന്താ പറയുക, നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ടും നോട്ട്സും തരും, അത് എഴുതും, അത് പഠിച്ചാൽ മതി, അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ കോളേജിലൊരു എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇനിയുള്ള കോളേജ് വ്ളോഗ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.